നമസ്കാരം. കേരളത്തിലെ നിരത്തുകളിൽ അപകടം ഒഴിഞ്ഞ മരണം കേൾക്കാത്ത ഒരു ദിവസം പോലുമില്ല എന്ന് കൃത്യമായി പറയാൻ കഴിയും. കാരണം ഓരോ ദിവസവും കേരളത്തിലെ നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്നാൽ കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച, കേരളത്തെ ഒന്നാകെ പിടിച്ചുലച്ച, ദുരന്തത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു 2 ദിവസങ്ങൾക്ക് മുൻപ് രാത്രി 9:30 കേരളം ശ്രമിച്ചത്. അതായത് ആലപ്പുഴയിലെ വണ്ടൂർ മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികൾ ഒരു വാഹനാപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വളരെ വേഗം തന്നെ അത് മലയാളികളുടെ ഇടയിലേക്ക് സ്പ്രെഡാവുകയും മലയാളികളുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഒരു വാർത്തയായിരുന്നു. 11 പേരോളമുള്ള ഒരു സംഘം ഒരു ടവേര കാറിൽ ആലപ്പുഴയിലെ ഒരു തിയേറ്ററിലേക്ക് സിനിമ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടപ്പോഴായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് അതിലെ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ആ നിമിഷം തന്നെ ജീവൻ പൊലിഞ്ഞത്. അത് മലയാളികളെ ഒട്ടൊന്നുമല്ല വേദനിപ്പിച്ചത്. കാരണം ആ പ്രായം 19 വയസ്സ് മാത്രം പ്രായമുള്ള കുരുന്നുകൾക്കാണ് ജീവൻ വെടിയേണ്ടി വന്നത്. നാളെയുടെ വാഗ്ദാനങ്ങൾ, നാളെ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വളരെ ശുഷ്കാന്തിയോടുകൂടി ആ ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തേണ്ട 5 വിദ്യാർത്ഥികൾ അവരുടെ ജീവനാണ് പൊലിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള പല വേഷനുകൾ വന്നിട്ടുണ്ട്. എന്നാൽ കൃത്യമായി അതിൻ്റെ ചില അവലോകനങ്ങൾ വന്നത് 2-3 കാരണങ്ങളാണ് ഇതിൽ പ്രധാനമെന്നാണ് അതിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഈ വണ്ടി ഓടിച്ച ആൾക്ക് 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പരിചയ കുറവ് വല്ലാത്ത രീതിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. മറ്റൊന്ന്, രാത്രിയിലാണ് വാഹനം ഓടിച്ചത്. രാത്രിയിൽ സാധാരണ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാണ് നിരത്തുകളിലേക്ക് രാത്രി കാലത്ത് നമ്മൾ വണ്ടി ഇറക്കുക. അതിനൊരു പ്രത്യേക പരിചയം തന്നെ ആവശ്യമുണ്ട്. പകലോടിക്കുന്ന രീതിയിലെയല്ല രാത്രിയിൽ വാഹനങ്ങൾ നിരത്തുകളിലേക്ക് ഇറക്കേണ്ടത് എന്നത് കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അവർ സാധാരണ ലാഘവത്തോടുകൂടി ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടല്ലോ, ഇനി എന്തുമാകാമെന്ന ലാഘവത്തോടു കൂടിയാണ് രാത്രി കാലങ്ങളിലും വണ്ടി നിരത്തിലേക്ക് ഇറക്കുന്നത്. ഇത് വലിയ ഒരു അപകടത്തിലേക്ക് ചെന്നെത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഈ കുട്ടികൾക്ക് അമിത സ്പീഡ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം 9:20 ഈ അപകടം ഉണ്ടാകുന്നത്. 9:30 ആലപ്പുഴയിലുള്ള തിയേറ്ററിലേക്ക് ഉള്ള യാത്രയിലായിരുന്നു ഇവർ. 10 മിനിറ്റ് കൊണ്ട് തിയേറ്ററിലേക്ക് എത്തുക എന്ന ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിൽ ആ സ്പീഡിന് ക്രമാഗതമായിട്ട് സ്പീഡ് ഉണ്ടായിട്ടുണ്ടാകാം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ കാലപരിധിയെക്കുറിച്ചാണ്. അതായത് 14 വർഷം കഴിഞ്ഞ ഒരു വാഹനമാണ്. അതിൻ്റെ ടയറുകളൊക്കെ തേഞ്ഞ് മൊട്ടയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഉള്ള ഒരു വാഹനം രാത്രിയിൽ, പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് ഓടിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് വിദഗ്ധരായവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ബ്രേക്ക് പിടിച്ചു കഴിയുമ്പോൾ വണ്ടി തെന്നി നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തെന്നി നീങ്ങി ബ്രേക്ക് പിടിച്ചപ്പോൾ തെന്നി നീങ്ങിച്ചെന്ന് നേരെ ആ ബസ്സിനിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊന്ന്, മഴയുള്ള സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം കരുതേണ്ടതായ ചില നടപടികളുണ്ട്. അതൊന്നും ഈ കുഞ്ഞുങ്ങൾ സ്വീകരിച്ചിരുന്നില്ല, വണ്ടി ഓടിച്ച ആൾ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ വാഹനം വാടകയ്ക്ക് കൊടുത്ത ആളിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഈ 19 വയസ്സുള്ള ഒരാളെ കാര്യമായ മുൻപരിചയം ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനം കൊടുത്തു വിട്ടു എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ ഉടമയ്ക്കെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ വാഹന ഉടമ തന്നെ പറയുന്നുണ്ട്, തനിക്ക് അധിക നാളൊന്നും ഈ കുട്ടികളുമായിട്ട് പരിചയമില്ല, ഒരു ചായ കുടിക്കാൻ കയറിയപ്പോഴുണ്ടായ ഒരു പരിചയം മാത്രമാണ്, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾ ചോദിച്ചപ്പോൾ കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വാഹന ഉടമ പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ വാഹനം വാടകയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. 19 വയസ്സ് മാത്രമുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു വാഹനം പ്രത്യേകിച്ച് രാത്രി കൊടുത്തുവിടാൻ കാണിച്ച അയാളുടെ തൻ്റെ ഇടത്തിന് അതിനൊരിക്കലും അവർ മാപ്പ് അർഹിക്കുന്ന കാര്യമല്ല. കാരണം ഈ കുട്ടികൾക്ക് വാഹനം കൊടുത്തുവിടാൻ അവരുടെ മാതാപിതാക്കളോടോ കോളേജിലെ അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡനോടോ അവരുടെ ഒന്നും ഒരു പെർമിഷനും ഇല്ലാതെ തന്നെ നേരിട്ട് കൊടുത്തുവിട്ടു എന്നുള്ളത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട ആൾ ഈ വാഹനത്തിൻ്റെ ഉടമ തന്നെയാണ്. ഈ വാഹനം ഓടിച്ചിരുന്ന
ആൾക്ക് നേരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ വാഹനത്തിൻ്റെ ഉടമയ്ക്കെതിരെ ഉള്ള കേസ് എത്രമാത്രം ബലപ്പെട്ടതാണ് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇയാൾക്ക് നരഹത്യയ്ക്ക് തുല്യമായ വകുപ്പ് ചേർത്ത് തന്നെ കേസെടുക്കേണ്ട അത്യാവശ്യമാണ്. വാടകയ്ക്ക് കൊടുക്കുന്ന ഈ ആളെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ വാങ്ങണമെന്ന് നിർബന്ധമുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ആർക്കാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ സ്വീകരിച്ച ശേഷം മാത്രമേ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ. റെൻ്റേ കാർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. റെൻ്റേ കാർ കൊടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ രേഖകൾ മേടിച്ച ശേഷമേ വാഹനം വാടകയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ കയ്യിൽ നിന്നും യാതൊരു രേഖകളും കൈപ്പറ്റിയിട്ടില്ല. വാഹനം കൊടുത്ത ആൾ ആരാണോ അദ്ദേഹമല്ല വാഹനം ഓടിച്ചത് എന്നത് സ്പഷ്ടമാണ്. മറ്റൊരു കുട്ടിയാണ് വാഹനം ഓടിച്ചത്. അങ്ങനെ പല ഘടകങ്ങൾ ചേർന്ന് വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയ തോതിൽ ഗൗരവപൂർവമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ വകുപ്പ് കൃത്യമായിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തേ തീരൂ. കാരണം ഇനിയൊരു ദുരന്തം ഇതുപോലെ ആവർത്തിക്കാൻ പാടില്ല. 5 കുഞ്ഞുങ്ങളുടെ മരണത്തോടുകൂടി 5 കുടുംബങ്ങളാണ് നിരാലംബരായത്. മാത്രമല്ല, എത്രയോ 5-6 കുട്ടികൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. അവരുടെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ രൂപത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നതും സത്യമാണ്. കാരണം അവരുടെ ഇപ്പോഴുള്ള ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമേ അവർക്ക് എത്രമാത്രം ഇനി മുന്നോട്ട് അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയൂ. അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. വളരെ ഗുരുതരമായ പിഴവ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഓണർക്ക് സംഭവിച്ചത്. തീർച്ചയായിട്ടും ഈ അപകടത്തിൽ ഏറ്റവും ആദ്യം പ്രതിപ്പട്ടികയിൽ ചേർക്കേണ്ട ആൾ ഈ വാഹനത്തിൻ്റെ ഉടമ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.